ആദ്യമായിട്ട് നമുക്ക് ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാം. ഇത് അവർ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് പ്ലേ ചെയ്യുന്നത്. എന്റെ ഒരു സംശയം, ഇവിടെ 1923 നമ്മുടെ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി മൊസൂളിൽ ചെല്ലുമ്പോ, അല്ലെങ്കിൽ ഈ സിറിയക്കാരുടെ അടുത്ത് ചെല്ലുമ്പോ മുടക്ക് ഇല്ലേ? ഈ യാക്കോബക്കാരുടെ ഭാഷ എന്താണ്? അതിനെപ്പറ്റി ഇവരിപ്പോഴും വിശ്വസിക്കുന്നത് വട്ടശ്ശേരി തിരുമേനി മുടക്കപ്പെട്ടവനാണെന്നാണോ അതോ അല്ലെന്നാണോ? എന്താണ് ആൾക്കാരുടെ ചിന്ത അതിനെ പറ്റി? എങ്ങനെയാണ് മുടക്കപ്പെട്ടവനാണെങ്കിൽ ഇവിടെ ചെല്ലുമ്പോൾ ഇത്രയധികം ആൾക്കാർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാരണം എന്താ? 1911 വടശ്ശേരി ഇത് ഒരു വ്യക്തിയുടെ സംശയമാണ്. ഇപ്പൊ എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് അറിയാൻ പറ്റി, ഇദ്ദേഹത്തിന്റെ പേര് ഇടുങ്ങൻ എന്നാണ്. അപ്പം ഇടുങ്ങൻ ചെറിയാൻ എന്ന മറ്റാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഈ ഇടുങ്ങൻ ചെറിയാൻ ചോദിക്കുകയാണ് ഒരു ചോദ്യം. അതിന് നമുക്ക് പതിവ് മറ്റേ ശബ്ദം നമുക്ക് വളരെ പരിചയമാണ്, കാരണം സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഇതുവരെ ആളെ പിടിയിട്ടിട്ടില്ല. ഇയാളിങ്ങനെ സ്ഥിരമായിട്ട് മറുപടി പറയുന്നുണ്ട്. അയാളാണ് ആ ഗ്രൂപ്പിലെ ജ്ഞാനി. ഇപ്പൊ ജ്ഞാനിയുടെ മറുപടി നമുക്ക് പുറകെ കേൾക്കാം. പഴയ ഭാഷ പോലെ പുറകാലെ കേൾക്കാം. KOCയുടെ ഡോക്ടർ, KOC എന്ന് പറഞ്ഞാൽ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് ചർച്ച്. അപ്പൊ KOCയുടെ പണ്ഡിതൻ മറുപടി കൊടുക്കും. പണ്ഡിതന്റെ മറുപടി നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് പാവപ്പെട്ടവന്റെ ചോദ്യത്തെ നമുക്ക് അഡ്രസ് ചെയ്യാം. പാവപ്പെട്ടവന്റെ സംശയം ന്യായമാണ്. കാരണം ഈ വട്ടശ്ശേരി ദിവന്നാസ്യോസ് മൊസൂളിൽ ചെല്ലുമ്പോൾ എന്നാണ് 1923. അപ്പൊ ചോദിച്ച സഹോദര, 1912 നിങ്ങൾ സ്വയം സ്ഥാപിതമായ അല്ലെങ്കിൽ സ്വയം സ്ഥിതമായ അല്ലെങ്കിൽ സ്വയം ശീർഷകത്വമുള്ള, ഇതെല്ലാം അവരുടെ അവകാശവാദമാണ്. അപ്പൊ സ്വയം സ്ഥാപിതവും സ്വയം സ്ഥിതവും സ്വയം ശീർഷകത്വമുള്ള സ്വയം ഭരണാധികാരമുള്ള പരമാധികാര റിപ്പബ്ലിക്കായ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭ 1912 സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് എന്തിനാണ് നിങ്ങളുടെ മഹാപരിശുദ്ധനായ വട്ടശ്ശേരി അതിന് 11 കൊല്ലം കഴിഞ്ഞ് 1923 പാത്രിയർക്കീസിനെ കാണാൻ പോയത്? ചോദ്യം ഇങ്ങോട്ട് മാത്രം ചോദിച്ചാൽ പോരല്ലോ. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കഴിഞ്ഞ നാളുകളിൽ ഞാൻ മറുപടി തന്നിട്ടുണ്ട്. എല്ലാ സംശയങ്ങൾക്കും മറുപടി തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ സംശയങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുക. എന്തിനാടാ ഊയെ 1912 നിങ്ങൾ പരമാധികാര റിപ്പബ്ലിക് സ്ഥാപിച്ചിട്ട്, നിങ്ങൾ മലങ്കര മുഖ്യമന്ത്രിയൊക്കെ സ്ഥാപിച്ചിട്ട്, 1912 നിങ്ങൾ സ്വതന്ത്ര പരമാധികാര കാതോലിക്കേറ്റ് സ്ഥാപിച്ചിട്ട്, 1923 ഈ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഈ വട്ടശ്ശേരി എന്ത് കാണാനാണ് മർദ്ദീനി പോയത്? പണ്ഡിതന്റെ മറുപടി ഉണ്ട്, മറുപടി നമുക്ക് കേൾക്കാം. അവന്റെ മറുപടി ഏതാണ്ട് ഭയങ്കര മറുപടിയാണ്. അത് കേട്ടാൽ നമ്മൾ ഞെട്ടും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് കേൾക്കാം. 2011 വടശ്ശേരി തിരുമേനിയെ അബ്ദുള്ള പാത്രിയർക്കീസ് മുടക്കുന്നു. അദ്ദേഹം തിരിച്ചു അവനായിട്ട് ചവച്ചോണ്ടാണ് വർത്താനം പറയുന്നത്. സംസ്കാര ശൂന്യതയുടെ ലക്ഷണമാണ്. എടാ, ഒരു വോയിസ് ക്ലിപ്പ് ഇടുമ്പം നീ ചവച്ചോണ്ട് എന്ന് പറയും. നീ എന്തോ ചെയ്യുന്നത്? അവനായിട്ട് ചവയ്ക്കുകയാണ്. ചവയ്ക്കുന്നതിനിടയിൽ ഇങ്ങനെ ഇരുന്ന് വോയിസ് ക്ലിപ്പ് ഇടുക. എത്ര സംസ്കാര ശൂന്യം! അതാണ് ഈ KOCക്കാർക്ക് സംസ്കാരം എന്ന് പറയുന്നത്. അവന്റെ 7 അയലക്കത്തൂടെ പോയിട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. നിങ്ങൾ കേൾക്കുന്നില്ല? ഞാൻ വന്നായിട്ട് ചവയ്ക്കുന്നു. ചീപ്പായിട്ട് ഇട്ട് ബീഫ് എങ്ങാണ്ട് ഇത് മേടിച്ചിട്ട് അവൻ ചവയ്ക്കുക. തിരിച്ചു പോയി കഴിഞ്ഞപ്പം അന്ത്യോക്യയുടെ ഒറിജിനൽ പാത്രിയർക്കീസ് ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ അബ്ദുൽ മശിയ പാത്രിയർക്കീസ്. മറ്റേ പുള്ളിക്ക് ഫർമാൻ ഉണ്ടെന്നേ ഉള്ളൂ, പുള്ളിയല്ല ഒറിജിനൽ പാത്രിയർക്കീസ്. ഇനി കാനോനികമായിട്ടും പുള്ളിയല്ല. കാനോനികമായിട്ട് ഈ പറയുന്ന ഫർമാൻ പിൻവലിക്കപ്പെട്ട ആള് തന്നെ പാത്രിയർക്കീസ് ആയിട്ട് ഇരിക്കണമെന്നാണ് കാനോൻ പറയുന്നത്. പുള്ളി വന്നിട്ടാണ് ഇവിടെ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഈ അബ്ദുള്ള പാത്രിയർക്കീസ് ഇവിടെ വന്ന് കാണി. ഏത് കാനോൻ അങ്ങനെ പറയുന്നേ? ഫർമാൻ പിൻവലിച്ചാൽ പാത്രിയർക്കീസ് ആയിട്ടിരിക്കുന്നു. എന്ത് ചെയ്യുന്നു? ഈ അബ്ദുൾ മശിഹ പാത്രിയർക്കീസിനെ സുറിയാനി സഭയുടെ സുന്നോദോസ് കൂടി കൃത്യമായിട്ട് ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും, അങ്ങനെ സുന്നോദോസ് കൂടി അദ്ദേഹത്തെ പാത്രിയർക്കീസ് സ്ഥാനത്ത് നീക്കം ചെയ്ത വിവരം തുർക്കി സുൽത്താനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ എല്ലാ തെളിവുകളും മുൻ ലൈവിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ പരിശോധിച്ചാൽ ആ വീഡിയോ കാണാം. അതിന്റെ എല്ലാ ഡോക്യുമെന്റഡ് എവിഡൻസ് ഇതുപോലെ തന്നെ സ്ക്രീനിൽ കാണിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഈ KOCക്കാർ പറഞ്ഞു വരുത്തുന്ന നുണയാണ്. ഇതിനൊന്നും ഓരോ എവിഡൻസും ഇല്ല. ഇവരെ സംബന്ധിച്ച് ഒരു ഡോക്യുമെന്റും ഇല്ല. ചുമ്മാതെ അങ്ങ് പറയുകയാണ് ഭാവനയില്. ഇവരങ്ങ് പറയുകയാണ് അയാൾ അല്ലായിരുന്നു ഒറിജിനല്, ഇതായിരുന്നു ഒറിജിനല്.
പക്ഷെ ഇതാണ് ഒറിജിനൽ. വൃത്തികേടുകൾ മുഴുവൻ റദ്ദാക്കി. പറഞ്ഞു മനസ്സിലായോ? പട്ടശ്ശേരി തിരുമേനിയുടെ മുടക്കം മാറ്റി ഇതെല്ലാം റദ്ദാക്കി. കാതോലിക്കേറ്റ് പുനഃസ്ഥാപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ ആരും അങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഏതിനാ ഈ എടാ, അങ്ങനെ അങ്ങോട്ട് വരേണ്ട കാര്യമില്ലെന്ന് കൽപ്പിച്ചാൽ പിന്നെ 11 കല്ലിനും കഴിഞ്ഞപ്പോ എല്ലാവരുടെ കൂടും കുടുക്കെടുത്ത് അങ്ങോട്ട് പോയി 50 ദിവസം അവിടെ വാതൊക്കെ കാത്ത് കടന്ന് 51-ാം ദിവസം പാത്രിക്കീസിനെ കണ്ടെന്ന് നിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. അങ്ങോട്ട് വരേണ്ട കാര്യമില്ല. 912 ഇവിടെ സ്ഥാപിച്ചത് അത്ര പ്രധാനപ്പെട്ടതാണെങ്കിൽ പിന്നെ എന്തിനാ പോയെന്ന് നീ പറ. ആ ഇടുങ്ങന് പറഞ്ഞുകൂടെ? ഇടുങ്ങൻ ചെറിയാൻ ചോദിച്ച ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞുകൂടെ എന്തിനാ പോയെന്ന്? എടാ, 12 നിനക്കെല്ലാം കിട്ടി, നീ എന്തിനാ 23 തെണ്ടയ്ക്ക് പോയത്? നീ പറ എന്തിനാ പോയത്? തത്വത്തിനോ ശുദ്ധമൂറോനോ അങ്ങനെ ഒന്നും അതിനെല്ലാം ഉള്ള പൂർണ്ണ അവകാശം ഈ സഭയ്ക്കുണ്ട്. അപ്പൊ വട്ടശ്ശേരി തിരുമേനി 1923 ഈ മർദീൻ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. എന്തിന് മർദീൻ സന്ദർശിക്കുന്ന? അവിടെ പുള്ളിക്ക് വല്ല ആടുകളും ഇരിപ്പുണ്ടോ മർദീൻ സന്ദർശിക്കാൻ പോകുന്നത്? ഈ സഭയിൽ സമാധാനം ഉണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ്. അതായത് കൊല്ലാൻ പോലും മടിക്കുകയില്ലാത്ത ഇവരുടെ കൂടെ അന്ന് വട്ടശ്ശേരി തിരുമേനിയുടെ കൂടത്തിൽ ഈ കുന്നംകുളത്തു നിന്നുള്ള അജാനുബാഹുക്കളെ 2 മല്ലന്മാരും പോയിട്ടുണ്ടെന്നാ പറയുന്നത് പ്രൊട്ടക്ഷന് വേണ്ടി. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ സ്വീകരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അബ്ദേദ് മശിയ പാത്രിക്കീസാണ് യഥാർത്ഥ പാത്രിക്കീസ് എന്ന് അവന്മാർക്കറിയും. അവിടെയുള്ളവർക്കറിയാം അബ്ദേദ് മശിയ പാത്രിക്കീസ് ആയിരുന്നു യഥാർത്ഥ പാത്രിക്കീസ് എന്നും. അദ്ദേഹം 1915 കാലം ചെയ്ത് അവിടെ കബറടങ്ങി. അതിനുശേഷം 8 വർഷം കഴിഞ്ഞാണ് വട്ടശ്ശേരി തിരുമേനി അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ അബ്ദേദ് മശിയ പാത്രിക്കീസ് കൊടുത്ത കൽപ്പനകളും അബ്ദേദ് മശിയ പാത്രിക്കീസിനെ കബറടക്കിയത് ഇതെല്ലാം അറിയാവുന്നവർക്ക് അവർക്കറിയാം, അവർക്ക് ബോധമുണ്ട്. അവര് അന്നത്തെ കാലത്ത് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി എല്ലാ ആദരവുകളോടും കൂടി സ്വീകരിച്ചു. അങ്ങനെ അല്ലല്ലോടാ നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങളവിടെ പോയി മുടക്ക് തീർത്തു, കുറവ് തീർത്തു എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ. നീ പറയുന്നതിന് ഡോക്യുമെന്റ് ഒന്നും ഇല്ലല്ലോ. നീ ഭാവന കക്കൂസിലിരുന്ന് ഭാവന ഉണ്ട്, ഇവൻ അങ്ങ് പറയുകയാണ്. ഇവന്മാരല്ലേ പറയുന്നത് ജീവിച്ചില്ല. ഇവന്മാർ ഇപ്പൊ പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ നിന്റെ പുസ്തകമാ വായിച്ചത്, മനസ്സിലായ? പുസ്തകം കഞ്ഞിക്കുഴി നച്ചടിച്ചിറക്കിയ പുസ്തകത്തിൽ നിന്നാണ് അങ്ങോട്ട് വായിച്ച് കേൾപ്പിച്ച്. മുടക്ക് തീർത്തുന്നു. നീ പറയുന്നു മുടക്കില്ലെന്ന്. ഇവന്മാര് തള്ളി ഇങ്ങനെ ഈ തള്ളൽ ഫാക്ടറിയിലുള്ളവന്മാരൊക്കെ പറയുന്നുണ്ട്, അല്ലാതെ നേരുന്തറിയുള്ളവന്മാരൊന്നും പറയുന്നില്ല. വട്ടശ്ശേരി തിരുമേനി 1923 ഈ മൂസലിലെ മുടക്ക് തീർക്കാൻ പോയി. അങ്ങനെയാണ് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് യാക്കോക്കാരുടെ പുസ്തകം അല്ലടേ വായിക്കുന്നത്. മർത്തോമാസ് ലീഹയുടെ നാമത്തിലുള്ള പള്ളിയിലാണ് ഈ സ്വീകരണം നടക്കുന്നത്. അതിന്റെ ഫോട്ടോ നമ്മുടെ ഉള്ള അവിടെയുള്ള പല പള്ളികളിലും പല തയ്യാറാകലിലും പല ആശ്രമങ്ങളിലും ഒക്കെ തിരുമേനി പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ സ്വീകരണം നടന്നിട്ടും ഉണ്ടാവും. അവൻ്റെ ഒന്നും ഫോട്ടോ ഇല്ലെന്നേ ഉള്ളൂ. ഇവര് സ്വീകരിച്ചതുപോലെ തന്നെ 1958 ഈ പറയുന്ന അബ്ദേദ് മശിയ പാത്രിക്കീസ് 1912 സെപ്റ്റംബർ 8 പരിമലപ്പള്ളി വെച്ച് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ ബസേലിയോസ് ഗീവർഗീസ് ദിദിയനെ, അതായത് ആ ബസേലിയോസ് ഗീവർഗീസ് ദിദിയനെ 1929 മലങ്കര സഭയുടെ സിനഡ് പരിശുദ്ധ കാതോലിക്ക ആയിട്ട് ഉയർത്തുന്നത്. ഇതിനെ എല്ലാം തൊണ്ട തൊടാതെ ഇവന്മാർ 1958 എല്ലാം വിഴുങ്ങിയില്ലേ? അദ്ദേഹത്തെ സ്വീകരിച്ചില്ലേ? നമ്മളിതിനു മുമ്പ് ചെറിയാച്ചായനോട് ചോദിച്ചല്ലോ, അദ്ദേഹത്തെ സ്വീകരിച്ചത് എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് അത് പാത്രികീസിന് എപ്പോ വേണേലും സ്വീകരിക്കാം, പാത്രികീസിന് എപ്പോ വേണേലും മുടക്കാം. ഇതൊക്കെ എവിടുത്തെ ന്യായമാണ്? ഏത് കാര്യത്തിനും ഇപ്പൊ സഭയിലാണേലും അങ്ങനെ നീ അങ്ങ് സൈക്കിള് ബെല്ലടിച്ച് അങ്ങ് പോകാതെ നിങ്ങളുടെ വ്യവസ്ഥാപിതമായി നിങ്ങൾ അംഗീകരിച്ച് വാഴിക്കുന്ന പാത്രികീസിനെ മാത്രമേ നിങ്ങൾ അംഗീകരിക്കുള്ളൂ എന്ന് 34 ഭരണഘടനയിൽ എഴുതി വെച്ചിട്ട് 58 എന്തിനാ നിങ്ങൾ അംഗീകരിച്ച് വാഴിച്ചതല്ലായിരുന്നല്ലോ ആ പാത്രികീസിനെ നിങ്ങൾ എന്തിനാ സ്വീകരിച്ച്? തിരിഞ്ഞു ഒത്തത്തില്ലേ? നിങ്ങൾ 34 എഴുതി വെച്ചു മലങ്കര സഭയുടെ അറിവോടുകൂടെ വാഴിക്കുന്ന പാത്രികീസിനെ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. എന്നിട്ട് നിങ്ങൾ അറിഞ്ഞിട്ട് വാഴിച്ചതല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ സ്വീകരിച്ചത്? അപ്പൊ ഈ പറഞ്ഞത് ഉഭയകക്ഷി സമ്മതത്തോടുകൂടെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പിന്നീട് എടുത്ത് വെച്ച് നീ ഏകപക്ഷീയമായിട്ട് വിമർശിക്കുന്നത് എന്ത് അബദ്ധമാണ്? എന്തബദ്ധം? ഒരു നിയമം വേണ്ടേ? നിയമം വേണം. നീ ഉണ്ടാക്കിയ നിയമത്തിനെതിരായിട്ടാണ് നീ പ്രവർത്തിച്ചത്. മനസ്സിലായോ?
പാത്രികീസിന് ആരെ വേണേലും എടുത്ത് ദൂരെ കളയാം. ഓക്കെ, കളയാം. അതിനൊരു ന്യായം വേണ്ടേ, ഒരു നീതി വേണ്ടേ, അല്ലെങ്കിൽ അവരുടെ ഭാഗം പറയാനുള്ള ഒരു ന്യായം, അത് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി കാണിക്കണ്ടേ? അങ്ങനെ ഈ പാത്രികീസുകൾ എവിടെയും കാണിച്ചിട്ടുണ്ടോ? 74 എന്താ സംഭവിച്ചത്? ഉണ്ടല്ലോ, എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട്. പാത്രികീസ് അവ എല്ലാവരെയും കേൾക്കാൻ തയ്യാറായിട്ടുണ്ട്. ഈവൻ അത്താനാസിയോസിനെ വരെ, മാർത്തോമ സഭയുടെ അത്താനാസിയോസിനെ വരെ കേൾക്കാൻ പാത്രികീസ് തയ്യാറായിരുന്നു. പാത്രികീസ് ലിസൺ ചെയ്യാൻ വേണ്ടി അത്താനാസിയോസ് വരുന്നു, കാണാൻ വേണ്ടി, മുഖം കാണിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ പാത്രികീസ് പറഞ്ഞു, അവൻ വരട്ടെ, എനിക്ക് അവനെ കാണാൻ വളരെ ആഗ്രഹമുണ്ട്. ഇത് കേട്ട് പുലിക്കോട്ടി മെത്രാനാണ് അതിന് തടസ്സം നിന്നത്. അദ്ദേഹമാണ് അതിന് തുരങ്കം വെച്ചത്. അവര് ചില കുതന്ത്രങ്ങളൊക്കെ പ്രവർത്തിച്ച് ഇവരെ തമ്മിൽ കാണിക്കാതിരുന്നു. പാത്രികീസിനെ കാണാൻ വരുന്ന അത്താനാസിയോസിനോട് പാത്രികീസ് വളരെ കോപിഷ്ഠനാണെന്നും അദ്ദേഹത്തിന് തലവേദനയും മേലുകാച്ചിലും ഉണ്ടെന്നും അതുകൊണ്ട് അദ്ദേഹം നിന്നോട് ഭയങ്കര കോപമാണെന്നും ഒക്കെ നുണ പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയക്കുക. അവർ തമ്മിൽ കാണാതിരിക്കുകയാണ് ചെയ്തത്, ആ കൂടിക്കാഴ്ച സംഭവിക്കാതിരിക്കാൻ വേണ്ടി. മറ്റൊരു തവണ അദ്ദേഹം എഴുന്നള്ളി വരുന്നു എന്ന് പറഞ്ഞ് കതിനാ പൊട്ടിച്ച്, അപ്പോൾ പാത്രികീസ് ചോദിച്ചു ആരാണ് അത്, ഇങ്ങനെ പാലക്കുന്നത്ത് അത്തനേഷ്യസ് എഴുന്നള്ളുന്നതിന്റെ ബേളാന്ന് പറഞ്ഞു. അവിടെയൊന്നും പാലക്കുന്നത്ത് അത്തനേഷ്യസ് എഴുന്നള്ളി എന്ന് പറഞ്ഞാൽ പാത്രികീസ് വായിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. ഇവിടെ മലങ്കരയിൽ അതേസമയം പ്രണീത ഹൃദയനായിട്ട്, അനുതാപ വിവശനായിട്ട്, സങ്കടാശ്രുക്കളോടുകൂടെ ധൂർത്തപുത്രനെ പോലെ ഒന്ന് രമ്യപ്പെടാൻ ആഗ്രഹിച്ച് ഈ പാത്രികീസിനെ ഒന്ന് മുഖം കാണിച്ച് മലങ്കര സഭയിൽ താൻ മൂലമുണ്ടായ ഭിന്നതയെ പരിഹരിക്കുവാൻ ആഗ്രഹിച്ച് നടന്ന ഒരാളാണ് ശരിക്കും മാത്യൂസ് മാർ അത്തനേഷ്യസ്. അദ്ദേഹത്തിന് പാത്രികീസിനെ കാണാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അതിന് വിഘാതം നിന്നതും മലങ്കര സഭയിൽ ഉണ്ടാകാമായിരുന്ന ആ വലിയൊരു ഐക്യത്തിന് തുരങ്കം വെച്ചതും ഈ പുലിക്കോട്ടിൽ ദിവന്നാസിയോസ് എന്ന് പറയുന്ന ആ പൊന്നുമോനാണ്. അതിന്റെ ചരിത്രം അത് ഞാൻ കാണിക്കാം, എന്റെ ഡോക്യുമെന്റ് എവിഡൻസ് കാണിക്കാം, എവിടെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. അപ്പോഴാണ് നിങ്ങൾ ഇരുന്നിച്ച് ഈ പറഞ്ഞ വിശുദ്ധ കൊര നടത്തുന്നത്. ബാക്കി കേൾക്കാം. ആരും തെരഞ്ഞെടുക്കാതെ ഇവിടുന്ന് എന്നവന്മാർക്ക് പട്ടം കൊടുത്തിങ്ങോട്ട് വിട്ടു. ആ പട്ടം കൊടുത്തതിന് ഒരു കുഴപ്പമില്ല. അടാ അവിടെ നിൽക്കടേ. അങ്ങനെയാണ് പുലിക്കോട്ടിൽ ദിവന്നാസിയോസിന് പട്ടം കൊടുത്ത ആരാണ് തെരഞ്ഞെടുത്തത്? അതിനു മുമ്പും അതിന് ശേഷവും എത്രയോ പേരെ ഇവിടുന്ന് അവിടെ ചെന്ന് പട്ടം മേടിച്ചു. അവരെല്ലാം ആരാണ് തെരഞ്ഞെടുത്തത്? ഇതിന് കൃത്യമായ ചോദ്യം നിനക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കാം, ഓരോ മെത്രാനും തെരഞ്ഞെടുത്ത ആരാണ്, ഏത് മീറ്റിംഗിൽ വെച്ചാണ്, എവിടെയാണ് തെരഞ്ഞെടുത്തത്? അപ്പോൾ ആര് തെരഞ്ഞെടുത്ത്, ഏത് സുന്നോദാസാണ് തെരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ഏത് അസോസിയേഷനാണ് തെരഞ്ഞെടുത്തതെന്ന് പറയേണ്ടി വരും. മനസ്സിലായോ? ആ പട്ടം കൊടുത്തത് 100% ശരി. എന്താണ് അതിന്റെ കാരണം? ആ ശരിക്കുള്ള കാരണമാണ് നമുക്കറിയേണ്ടത്. 74 ഇവിടുന്ന് പോയ യാതൊരു യോഗ്യതയും ഇല്ലാത്ത, കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മാത്രം 2 യോഗ്യതയുള്ള, ഒരേ ആശ്രമത്തിലും മെമ്പർ അല്ലാത്ത, അതായത് നമ്മുടെ തിരുമേനിമാരൊക്കെ പൊതുവെ ഏതെങ്കിലും ഒരു ആശ്രമത്തിലെ മെമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ദയറായിലെ മെമ്പർ ആയിരിക്കും. ഈ പറയുന്ന പെരുമ്പള്ളി തിരുമേനിയും ചെറുവള്ളിയിൽ തിരുമേനിയും എവിടുത്തെ മെമ്പർ ആയിരുന്നു ഒന്ന് പറഞ്ഞേ പുള്ളി. വാലിഡ് പോയിന്റ് അല്ലേ? നമ്മൾ കേൾക്കുമ്പോൾ ഓർക്കും, ഓ ഭയങ്കരം തന്നെ മുതലാളി, എന്തോ ഒരു അറിവ്. എടാ, ഇത് ഈ കെയോസിക്കാരുടെ മെത്രാന്മാര് എല്ലാ ആശ്രമത്തിൽ അംഗങ്ങളായിരുന്നു, ആശ്രമവാസികളായിരുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞ് സ്ഥാപിക്കാനും ഈ പറഞ്ഞ ഇടുങ്ങനെ പോലെയുള്ള വിവരദോഷികളെ ബോധിപ്പിക്കാനും ശ്രമിക്കുന്നത്. പുലിക്കോട്ട് തിരുമേനി മുതൽ എത്രയോ പേര് ആശ്രമവാസികളല്ലാത്തവര് മെത്രാന്മാരായി. വട്ടക്കുന്നേലെ ബാവ ഏത് ആശ്രമത്തിലായിരുന്നു അംഗമായിട്ടിരുന്നത്? ഏതെങ്കിലും ദേറായാല് അദ്ദേഹം അംഗമായിട്ടുണ്ടായിരുന്നു? വോയിസ് ക്ലിപ്പിന്റെ ഉടമസ്ഥൻ പറ. പാറാട്ട് തിരുമേനി പുതുപ്പള്ളിയിൽ അദ്ദേഹം ആശ്രമത്തിൽ അംഗമായിരുന്നില്ലെന്ന് തന്നെയല്ല, പുതുപ്പള്ളി പല ബന്ധങ്ങളുമുള്ള ഒരു മനുഷ്യനാണ് വിശാലമായിട്ട് എന്ന് ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നീ പുതുപ്പള്ളി തിരക്കിയാൽ മതി. നീ പുതുപ്പള്ളിക്ക് സമീപം കോളനിയിൽ താമസിക്കുന്നല്ലേ, അപ്പോൾ അവിടെയുള്ള ചുറ്റിക്കളികളെ പറ്റി നീ ചോദിക്കുക. പത്രോസ് ഒസ്താത്യോസ്, യൂഹാനോൻ സേവോറിയോസ് ഏത് ആശ്രമത്തിലായിരുന്നു അംഗമായിരുന്നത്? ഫിലിപ്പോസ് ദൈവഫിലോസ് ഏത് ആശ്രമത്തിലായിരുന്നു അദ്ദേഹം അംഗമായിരുന്നത്? പൗലൂസ് മാർ ഗ്രിഗോറിയോസ് ഏതെങ്കിലും ആശ്രമത്തിൽ കുത്തിയിരിക്കുകയായിരുന്നു? ഗീവറീസ് മാർ ഒസ്താത്യോസ്. ഇനി അല്ലെങ്കിൽ വേണ്ട, അമേരിക്കയുടെ
മക്കാറിയോസ്, ഇംഗ്ലണ്ട് വെച്ച് ലോറി കടിയിൽ പോയി മരിച്ചുപോയ മക്കാറിയോസ്, ഈ സ്തേഫാനോസ് മാർ സ്തേവോദിയോസ്, ജോസഫ് മാർ പക്കോമിയോസ്, മാത്യൂസ് ബർണബാസ്, എത്രമാരുടെ പേര് വേണം? ഇനി അല്ലെങ്കിൽ തന്നെ പൗലൂസ് മിലിത്യോസ്, നിങ്ങളുടെ തൊട്ടു മുമ്പത്തെ പൗലൂസ് ദിദിയമ്പാവ, ഈവറീസ് യൂലിയോസ്, നിങ്ങൾ ഇവരൊക്കെ ഏത് ആശ്രമത്തിലാ ഇരുന്ന് ഏത് ദേറായിന്നാണ് നിങ്ങൾ അവരെ പൊക്കിയത്? ചുമ്മാ അങ്ങ് പറയാണ് ദേറായിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ ചൂണ്ടയിട്ട് മെത്രാന്മാരെ എടുക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങളുടെ അടുത്ത മെത്രാനെ തെരഞ്ഞെടുക്കാൻ ഓഗസ്റ്റിൽ തെരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക കണ്ടല്ലോ. അതിനകത്ത് ആ തോമസ് പോൾ റംബ എന്ന് പറഞ്ഞ് കോതമംഗലത്തൂടെ കാള കളിച്ച് നടക്കുന്ന ഒരുത്തൻ, അവൻ ഏത് ആശ്രമത്തിലായിരിക്കുന്നു? ഏത് ദേറാക്കാരനാണ് അവൻ? ദേറാക്കാരനാണോ? അപ്പൊ നിങ്ങളുടെ കാലിൽ തന്നെ വെടിവെക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ ബൗദ്ധിക സത്യസന്ധതയും ഇവര് പ്രകടിപ്പിക്കുന്നില്ല. നോ ഇന്റലക്ച്വൽ ഹോണസ്റ്റി, യാതൊരു ബൗദ്ധിക സത്യസന്ധതയുമില്ല. നോ റെഫറൻസ്, നോ ഇന്റലക്ച്വൽ ഹോണസ്റ്റി. ചുമ്മാ ഇവർക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്തോ വലിയ സത്യം പോലെ അങ്ങ് അവതരിപ്പിക്കുകയാണ്.